അഫ്സല മോനെ, നീ കാണിച്ചത് ഭയങ്കര ബോറ് പരിപാടിയാണ്. ബോറെന്നൊന്നും പറഞ്ഞാൽ പോരാ, എനിക്ക് തെറി പറയാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാനത് എൻ്റെ ചാനലിലൂടെ പറയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ എന്നാലും ചില കാര്യങ്ങൾ, ചില വാക്കുകൾ വെച്ച് നമ്മൾ ഉപമിക്കാറുണ്ടല്ലോ. ദിസ് ഇസ് ശുദ്ധമായിട്ട് ഫാദർലെസ് പരിപാടിയാണ് നീ കാണിച്ചത്, ഭയങ്കരമായിട്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ എക്സ്പ്ലനേഷൻസ് ഒക്കെ തരാം. അതിന് മുമ്പായിട്ട് വെൽക്കം ബാക്ക് ടു ആൻഡപ്പൻ ടോക്കീസ് ആൻഡ് ദിസ് ഇസ് RJ ആൻഡപ്പൻ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇൻട്രോ കണ്ടു കഴിഞ്ഞപ്പോൾ കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല എന്നെനിക്കറിയാം. സോ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ പറയാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞു, വിന്നർ ജിൻഡോ ആണ്, തേർഡ് അടിച്ചിരിക്കുന്നത് ജാസ്മിൻ ആണ്. ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാനടക്കം ചിന്തിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ജാസ്മിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ട്സിൽ ഒരു തരത്തിലുള്ള സ്റ്റോറീസും കാര്യവും വരുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലും ആക്ച്വലി പുള്ളിക്കാരിയുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ആക്ച്വലി കുറച്ച് എൻ്റെ ഒരു ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട്, ഒരു മരണമായിട്ട് ആക്ച്വലി ഞാൻ അടൂർ പോയി ട്രാവലിങ്ങിലായിരുന്നു ഫ്രം ട്രിവാൻഡ്രം. സോ അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ ഒന്നും ചെയ്യാനോ കാണാനോ നോക്കാനോ ഒന്നും പറ്റില്ല. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പൊതുവെ ഫോൺസ് ഒന്നും നോക്കാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ ആക്ച്വലി ചെയ്യാനിരുന്ന ഒരു വീഡിയോയും വേറെയാണ്, ദിയാസാന പെട്രാക്സ് ബോയുടെ ഒരു സംഭവമാണ് ചെയ്യാനിരുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലാണ് എനിക്ക് ഇത് വന്ന് വീണത്. അപ്പം ഞാനൊരു ഒരു വീഡിയോ ആക്ച്വലി കണ്ടു. ജാസ്മിൻ ജാഫർ ആക്ച്വലി ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഈ പറയുന്ന പോലെ തന്നെ ഒരു താങ്ക്സ് പറയുന്ന ഒരു വീഡിയോ. അത് ആദ്യം കണ്ടു നോക്കാം, എന്നിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം കേട്ടോ. അങ്ങനെ ഒരുപാട് ഹലോ. അപ്പോൾ ഇന്നലെ നമ്മുടെ ഫിനാലെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റോറി പോലും ഇടാൻ പറ്റിയിട്ടില്ല, കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലായിരുന്നു. ഓരോന്നും ഞാൻ തിരിച്ചു പിടിക്കുന്നതേ ഉള്ളൂ, എല്ലാം തിരിച്ചു പിടിക്കും. അപ്പോൾ എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് കേട്ടോ. ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവരോടും ഒരുപാട് നന്ദിയും സ്നേഹവുമാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് പറയാൻ പറ്റാത്ത ഒരു വിഷമങ്ങളുണ്ടായിരുന്നു, കാരണം എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഒരു സ്റ്റോറി പോലും ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരോടും നന്ദി. ഇനിയുള്ള കൂടുതൽ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും എല്ലാമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ബാക്കി നമുക്ക് കണ്ടറിയാം. ഹലോ. അപ്പോൾ അതാണ് ഗൈസ്, അതായത് എൻ്റെ അക്കൗണ്ട് എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ ആദ്യം അഫ്സലിനോട് ഇൻട്രോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത്, ഞാനടക്കം ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസിലുണ്ടായിരുന്ന പ്ലെയറിനെ വിമർശിച്ചത് ഈ പറയുന്നത് പോലെ തന്നെ അഫ്സൽ എന്ന് പറയുന്ന ഒരാളുമായിട്ട് എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, കാരണം ഞാൻ പറഞ്ഞ അഫ്സൽ പറയുന്നത് നമുക്ക് വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് വഴിയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ചെയ്തത് ഭയങ്കര റോങ് പരിപാടിയായി പോയി. ആ ഒരു ഗെയിം സ്ട്രാറ്റജിയോട് എനിക്കൊരു യോജിപ്പും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ജാസ്മിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി കുറേ കാര്യങ്ങളും കൂടെ അതിൻ്റെ പുറകിലുണ്ടായിരുന്നു. പക്ഷേ അഫ്സലിന് ന്യായീകരണം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ സൈഡിൽ ഒരു ഇച്ചിരിയെങ്കിലും പോസിറ്റീവായിട്ടുണ്ടായിരുന്ന പലതും ഉണ്ടായിരുന്നു. പക്ഷേ പേഴ്സണൽ ചാറ്റ് പുറത്ത് വിട്ടപ്പോഴേ ഞാൻ അതിനകത്തൊരു റോങ് പറഞ്ഞാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾക്കാരെ പ്രൂവ് ചെയ്യാനായിട്ട് എല്ലാം അങ്ങ് എടുത്തിടേണ്ട ആവശ്യമൊന്നുമില്ല. നീ വന്നു, വീഡിയോയിൽ കാര്യങ്ങൾ പറഞ്ഞു, പോയി. പക്ഷെ ആ പേഴ്സണൽ ചാറ്റ് ഇട്ടത് ഫസ്റ്റ് നീ ചെയ്ത ഏറ്റവും വലിയ റോങ്. ഞാൻ അപ്പോഴേ വിചാരിച്ചു ജാസ്മിൻ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന പോലെ തന്നെ നിനക്കെതിരെ ഈ പേഴ്സണൽ ചാറ്റ് പുറത്ത് വിട്ടതിനുള്ള ഡിഫേമേഷൻ കേസുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ജാസ്മിൻ പുറത്തിറങ്ങി കഴിഞ്ഞതും അവളുടെ അക്കൗണ്ട് നീ കയ്യിലെടുത്ത് അതിൻ്റെ പാസ്വേഡ് ചേഞ്ച് ചെയ്ത് മെയിൽ ID മാറ്റി നിൻ്റെ കയ്യിൽ വെച്ച് നീ ആക്ച്വലി മുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ജാസ്മിനും ഫാമിലിയും കൂടെ പോയി കേസ് കൊടുത്ത്. ആക്ച്വലി ആദ്യം അഫ്സലിനെ വിളിച്ച സമയത്ത് അഫ്സൽ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് കഴിഞ്ഞിട്ട് അഫ്സലിനെ അമ്മയെ വിളിച്ച്, അമ്മ ത്രൂ ആണ് അഫ്സലിനെ കണക്ട് ചെയ്തത്. ആൻഡ് പിന്നീട് അഫ്സൽ വന്ന് ഈ പറയുന്ന പോലെ തന്നെ കംപ്ലൈൻറ്റ് കൊടുത്തുള്ളൂ, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എന്തായാലും അത് ഒഴിവായി, കാരണം പാസ്വേഡും കാര്യങ്ങളും സംഭവങ്ങളും എല്ലാം കൊടുത്തു. അത് പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്തോ ബാക്കി കാര്യങ്ങൾ എന്തോ എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ എന്തായാലും അഫ്സൽ, ഞാൻ അറിഞ്ഞതനുസരിച്ച് ഈ പറയുന്ന പോലെ തന്നെ മ്യൂസിയം സ്റ്റേഷനിൽ വന്ന് കരഞ്ഞ് മെഴുകി ജാസ്മിന് തൻ്റെ അക്കൗണ്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മറ്റു ക്ഷണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിനക്ക് കിട്ടി, നീ ഇത് കഴിഞ്ഞു, നിനക്കതിൽ ന്യായമുണ്ടെന്നുണ്ടെങ്കിൽ നീ മിണ്ടാതെ മാറിപ്പോണം. നീ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെയും ഇതിൽ വിരകാൻ നിൽക്കരുത്.
ചിലപ്പോൾ നീ ഈ പറയുന്ന പോലെ തന്നെ നിന്നെ യൂസ് ചെയ്തു ഈ പറയുന്ന സംഭവങ്ങൾ ഇതെല്ലാം ഉണ്ടാവും. പക്ഷെ ഒരാളുടെ പേഴ്സണൽ ചാറ്റ് പുറത്ത് വിടുക എന്ന് പറയുന്നത് ഒന്നാമത് ചീപ്പ്. എന്നിട്ട് അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് കയ്യിൽ വെക്കുക, അതിൻ്റെ പാസ്വേഡ് മാറ്റുക, അതിൻ്റെ മെയിൽ ID മാറ്റുക എന്ന് പറയുന്നത് ഡബിൾ ചീപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു ഫാദർലെസ് പരിപാടിയാണ്. ഇമ്മാതിരി പരിപാടി കാണിച്ചിട്ട് നിനക്ക് നിൻ്റെ സൈഡിൽ ന്യായമുണ്ട് എന്ന് നീ വാദിക്കരുത്. ഞാനടക്കം പല വിഷയത്തിലും നിന്നെ സൈഡ് ചേർത്ത് വെച്ച് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ദിസ് വാസ് റിയലി റോങ്. എനിക്ക് അത്രേ പറയാനായിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി അതിൻ്റെ പേരിലുള്ള സൈബർ ബുള്ളിങ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പലയിടത്തും ഈ സൈബർ ബുള്ളിങ് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങളെല്ലാം നല്ലതാണ്, പക്ഷെ അത് കൂടുതലായിട്ടൊന്നും ഉണ്ടാവരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി ജാസ്മിൻ പറയും എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. ഇത് ആക്ച്വലി അറിഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ വളരെ വിശ്വസിക്കാൻ പറ്റുന്നൊരു സോഴ്സിൽ നിന്നാണ് എന്നെ വിളിച്ച് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഇത്രയും നേരം അത് വീഡിയോയിലേക്ക് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. എനിവേയ്സ്, ഇതുപോലുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, എൻ്റെ റിവ്യൂസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ആൻഡ് പിന്നെ സൈനിങ് ഓഫ്.